സ്തോത്രം. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവന്, കഴിഞ്ഞൊരു മാസം മുഴുവന് നമ്മളെ കർത്താപ്പച്ചൻ കൺമണി പോലെ കാത്തു. അപ്പം ജനനം മുതൽ മരണം വരെയും കാക്കുവാൻ, നമ്മളോട് കൃപ തോന്നുവാൻ, നമ്മളോട് കരുണ തോന്നുന്നവൻ ആരാണ്? സർവശക്തനായ നമ്മുടെ ദൈവം. ഈ ദൈവത്തിൻ്റെ മാറിൽ ചാരി എല്ലാവരും മുമ്പോട്ട് യാത്ര ചെയ്യുക. ദൈവം തമ്പുരാൻ പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കും. കുഞ്ഞുങ്ങളെല്ലാം പുത്തൻ അഭിഷേകത്താൽ നിറയണം. കുഞ്ഞുങ്ങളൊക്കെ ഈ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസന്നിധി കടന്നു പോകണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി കൊടുത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ വേണ്ടുന്ന നന്മകളാൽ ദൈവം നിറയ്ക്കും. നമുക്ക് ആവശ്യമാണ്, നമുക്ക് ഭവനം ആവശ്യമാണ്, അതിന് ഓരോരോ കാര്യങ്ങൾ ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ദൈവമുമ്പാകെ സമർപ്പിച്ച് വേണം ജീവിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മേത്രമായ നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടുന്ന ആൾക്കാരല്ല നമ്മൾ. എപ്പോഴും നമ്മൾ കർത്താവിൽ സന്തോഷിക്കണം. അപ്പോൾ കർത്താവ് സന്തോഷിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അത് നീക്കുപോക്ക് ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തരികയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അത് ചെറുപ്പം മുതൽ ഈ സമയം വരെയും ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ കുഞ്ഞിലെ എൻ്റെ ബൈബിള്, എൻ്റെ കർത്താവിൻ്റെ വചനം ഞാൻ വായിക്കും, ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കും, നല്ല പാട്ടുകൾ പാടി ആരാധിക്കും. അപ്പം അങ്ങനെയുള്ള രീതി നല്ല ഹാപ്പിനെസ്സാണ് എനിക്ക്. പിന്നെ ഭൂമി ജീവിക്കുമ്പോഴാണേലും നമ്മൾ നല്ല സന്തോഷമായിട്ട് വേണം ജീവിക്കാനായിട്ട്. അതിലെല്ലാ നന്മകളാലും നമ്മളെ നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അപ്പം ഞാൻ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷം 4 ഉണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇത് 3 സുവിശേഷ ഭാഗങ്ങളാണ്. ഇതിൽ കൂടുതലെടുത്ത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളും യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, പ്രവൃത്തികൾ, അതെല്ലാം ഉൾക്കൊണ്ടതാണ് ഈ സുവിശേഷ ഭാഗങ്ങൾ. ഈ സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ വായിച്ച് ഞാൻ ഉൾപ്പെടെ വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്, 17-ാം അധ്യായത്തിൽ നിന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ഞാൻ 10 കുഷ്ഠരോഗികളെക്കുറിച്ച്, അവർക്ക് അവരുടെ കാര്യങ്ങളും അവരെ ദൈവം സൗഖ്യമാക്കിയതും അതൊക്കെയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിലൂടെ കടന്നുപോയി. യേശുക്രിസ്തു കൂടുതലും യാത്ര ചെയ്ത് ശമര്യ, ഗലീല ഈ സ്ഥലങ്ങൾ വഴിയാണ്. അപ്പം ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ കണ്ടു. അപ്പം എത്ര, 1 അല്ല 2 അല്ല, 10 കുഷ്ഠരോഗികളായ 10 പുരുഷന്മാരെ അവനെ കണ്ടു. അവർ അകലെ നിന്നുകൊണ്ട്, ഇപ്പോൾ കുഷ്ഠരോഗികളെ അവരകലെ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? യേശുവേ ഗുരോ ഞങ്ങളോട് കരുണയുണ്ടാകണം. കണ്ടോ? യേശുവേ ഗുരോ ഞങ്ങളോട് കരുണയുണ്ടാക്കണമേ. അപ്പം നമുക്കൊരു രോഗം വന്നാൽ, യേശുവേ നാഥാ എനിക്ക് സൗഖ്യം നീ നൽകി തരണേ എന്ന് നമുക്ക് നമ്മുടെ കർത്താവ് യേശു അപ്പച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. യേശുവേ ഗുരു ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന് ഉറക്കം നിലവിളിച്ച്, നമ്മുടെ മുറിയിലേക്ക് കയറി ഉറക്കം നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് അവൻ അവരെ കണ്ട്, ഈ 10 കുഷ്ഠരോഗികളെ യേശു കണ്ടു. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ, കണ്ടോ എന്ന് പറഞ്ഞു. അവർ പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. കണ്ടോ? അവരോടൊരു വാക്കാണ് ദൈവം പറഞ്ഞത്. അവൻ അവരെ കണ്ടു. ഇവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം യേശു അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാൻ പറഞ്ഞു, കാണിക്കുകയും എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീരുകയാണ് ചെയ്തത്. കുഷ്ഠരോഗത്തിൽ നിന്ന് അവർക്ക് അന്നേരം സൗഖ്യം ലഭിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പിന്നെ എന്ത് ചെയ്തു? അവരിൽ ഒരുവൻ തനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ ഉച്ചത്തി, അതായത് ഉറക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു.
അവൻ അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു യേശുവിൻ്റെ. അവന് നന്ദി പറഞ്ഞു. കണ്ടോ, അവനൊരു ശമരിയക്കാരനായിരുന്നു. ശമരിയക്കാരനവരുവാൻ കടന്നു വന്നിട്ട് യേശു എനിക്ക് ചെയ്ത സൗഖ്യം വളരെ വലുതാണെന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞു ശമരിയക്കാരൻ. യേശു 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ എന്ന് ചോദിച്ചു. ഇനി 9 പേരുണ്ടല്ലോ. ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യേശു അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഒരാൾ മാത്രം മടങ്ങി വന്ന് അന്നേരം യേശു അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കണ്ടോ, അവർ യേശുവിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. 10 പേരുണ്ടായിരുന്നു. ആ 10 പേർക്ക് സൗഖ്യം ലഭിച്ചു. ഒരാൾ ദൈവത്തോട് വന്ന് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞതിന് ശേഷം യേശു അപ്പച്ചൻ അവസാനം പറഞ്ഞു തന്നെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആരിൽ വിശ്വസിക്കണം? യേശുവിൽ വിശ്വസിക്കണം. ആരിൽ ആശ്രയിക്കണം? യേശുവിൽ ആശ്രയിക്കണം. യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് യാത്ര ചെയ്തേ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വേണ്ടുന്ന നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ ദുഃഖിച്ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവത്തോടെ നടത്തട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ മെസ്സേജ് കേൾക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.